കൊയിലാണ്ടിയിൽ മുത്താമ്പി എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഈ ഒരു വീട് ഇപ്പം 2900 സ്ക്വയർ ഫീറ്റിൻ്റെയാണ്. അപ്പോൾ വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ തന്നെ നമ്മളൊരു ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്യണം എന്നുള്ളായിരുന്നു ആദ്യമേ വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് എല്ലാവരും പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശ്രീരാജിൻ്റെ അടുത്ത് പുള്ളിയായിട്ട് സംസാരിച്ചു. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പോകും. നമുക്കൊരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ബെഡ്റൂംസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള വരണം, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പുള്ളിയായിട്ട് ആദ്യമേ പറഞ്ഞു. അപ്പം പ്ലാൻ വരയ്ക്കുമ്പോൾക്ക് എലിവേഷൻ ആണെങ്കിലും പിന്നെ ഇന്റീരിയറിന്റെ ഡിസൈനിങ് എല്ലാത്തിലും പുള്ളി കൂടെ തന്നെ ഉണ്ടായിരുന്നു. കിച്ചന്റെ കാര്യത്തിലാണെങ്കിലും ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ എലിവേഷന്റെ കാര്യത്തിൽ നമ്മളൊരു 3-4 ടൈംസ് മാറ്റി വരച്ചിട്ടുണ്ട്. പല ഡി വന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു മോഡേൺ ഔട്ട്ലുക്ക് വരുന്ന ഒരു വ്യൂ വേണം. അതുകൂടാതെ പക്ഷേ നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതുകൂടി വരണം എന്നുള്ളത് കൊണ്ട് ഈവൻ ഏത് സീസണിലാണെങ്കിലും എലിവേഷന്റെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ആദ്യമേ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി അതനുസരിച്ചുള്ള ഒരു പ്ലാനാണ് ചെയ്തത്. അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ആ ഒരു എലിവേഷൻ. എയർ കേസിൻ്റെതും ഹാൻഡിലിവർ ഫോമായിട്ട് തന്നെ വേണമെന്ന് ഉണ്ടായിരുന്നു. ഡൈനിങ് ഏരിയ തന്നെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. നമ്മൾ സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഒരു നല്ല വ്യൂ വരുന്ന, വർക്കിന്റെ ക്വാളിറ്റി ആണെങ്കിലും യൂസ് ചെയ്ത മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ആർക്കിടെക്ട് ആയിരുന്ന ശ്രീരാജിനോട് സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് പറയാനുണ്ട്. കാരണം ഈ ഒരു നമ്മളെ ഒരു ഐഡിയാസ് കൂടി ഫുള്ളായിട്ട് അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള നമ്മളെ ആവശ്യങ്ങളൊക്കെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത്. നമ്മുടെ സ്വപ്നമായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്വപ്നം അതേപോലെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഫിനിഷ് ആക്കി തന്നതിന് SSRനോടും ശ്രീരാജിനോടും എല്ലാം നന്ദി അറിയിക്കുന്നു.